നമ്മുടെ നാട്ടിൽ എൻട്രൻസ് എഴുതി എഞ്ചിനീയറിങ്ങിന് പോകുന്ന നമ്മുടെ വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും പൊതുവിൽ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ വളരെ ഗുരുതരമായ ഒരു വിഷയം ഇതുവരെ ലൈം ലൈറ്റിൽ എത്തിയിട്ടില്ല. അത് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. വാർത്താ ചാനലുകളും മാധ്യമങ്ങളും ഒക്കെ ഉൾപ്പെടെ ഈ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യേണ്ടതാണ് എന്ന് കരുതുന്ന ഒരു കാര്യം ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോവാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങളൊക്കെ ഇത് കണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഏതൊരു വിദ്യാർത്ഥിക്കും പ്ലസ് ടുവിന് ശേഷം പല എൻട്രൻസുകൾ എഴുതാനുണ്ടാവും. പല എൻട്രൻസുകളിൽ പല റാങ്കുകളുണ്ടാവും. പലയിടത്തും അഡ്മിഷൻ എടുക്കുമ്പോൾ ഈ ഓരോ കിട്ടിയ റാങ്കുകൾ വെച്ച് കിട്ടിയ പലയിടത്തും അഡ്മിഷൻ, ഇപ്പോൾ കുസാറ്റ് ആയിക്കോട്ടെ, IIT ആയിക്കോട്ടെ, NIT ആയിക്കോട്ടെ, അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ് കോളേജും പ്രൈവറ്റ് കോളേജും ഒക്കെ ആയിക്കോട്ടെ, ഇങ്ങനെ പല രീതിയിലുള്ള അഡ്മിഷൻസ് പാരലായിട്ട് അവനല്ലെങ്കിൽ അവൾ ട്രൈ ചെയ്യുന്നുണ്ടാവും. അതിൽ മികച്ചൊരു ഓപ്ഷനിലേക്ക് അൾട്ടിമേറ്റ്ലി എത്തണം. അപ്പോൾ ഇത് പാരലി നടക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് കീമിൽ ചില ചൂഷണങ്ങൾ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം കുട്ടികൾക്ക് അവരുടെ ഡോക്യുമെൻറ്റ്സും അവരുടെ ഫീസും ഒക്കെ ആയിട്ട് കോളേജിൽ നേരിട്ട് പോയി അഡ്മിഷൻ എടുക്കേണ്ട ഒരു അവസരം ഉണ്ടായിരുന്നു, ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരത് ചെയ്തു. അങ്ങനെ ചെയ്ത വിദ്യാർത്ഥികൾക്ക് പാരലലി മറ്റ് അഡ്മിഷൻസ്, അത് ബിഫാമിൻ്റെ ആയിക്കോട്ടെ, മെഡിസിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുസാറ്റിൻ്റെ ആയിക്കോട്ടെ, അങ്ങനെയുള്ള അഡ്മിഷൻസ് പാരലി ഉള്ളപ്പോൾ അവിടെ ഈ വെച്ച സർട്ടിഫിക്കറ്റ്സിൻ്റെ ആവശ്യം ചിലപ്പം വന്നേക്കാം. കൂടാതെ അവിടെ അഡ്മിഷൻ കിട്ടിയാൽ ഇവിടുത്തെ ഫീസ് ഈ കോളേജിൽ നിന്നായിട്ട് ഫീസ് തിരിച്ച് വാങ്ങിച്ച് അവിടെ കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ നമ്മൾ കേരളം ഒട്ടാകെ നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. മിക്കവാറും പ്രൈവറ്റ് കോളേജുകളിലൊക്കെ ഈ ഫീസോ ഡോക്യുമെൻറ്റ്സോ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ ഗുരുതരമായിട്ടുള്ള ഗുണ്ടായിസമാണ് അവിടെ നിന്ന് കിട്ടുന്ന മറുപടി എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഞാൻ അതിശയോക്തി പറയുകയല്ല. നിങ്ങൾക്ക് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുക. അപ്പോൾ കോളേജിൽ നിന്ന് പറയും നിങ്ങൾക്ക് ഫീസ് തരാൻ മാർഗ്ഗമില്ല, ഡോക്യുമെൻറ്റ്സ് തരാൻ മാർഗ്ഗമില്ല. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് തിരികെ തരണമെങ്കിൽ എൻട്രൻസ് കമ്മീഷണർ തന്നെ ഒരു ഉത്തരവിടുകയോ അല്ലെങ്കിൽ പുതിയൊരു അലോട്ട്മെൻറ്റ് മെമ്മോ, നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ പുതിയ അഡ്മിഷൻ കിട്ടുമ്പോൾ ആ അലോട്ട്മെൻറ്റ് മെമ്മോ ആയിട്ട് വന്നാൽ മാത്രമായിരിക്കും, അതും ഒരു മെറിറ്റ് സീറ്റിൽ, മാനേജ്മെൻറ്റ് അല്ല മെറിറ്റ് സീറ്റിൽ നിങ്ങൾക്ക് എൻട്രൻസ് കമ്മീഷണർ പുതിയതായിട്ടൊരു അഡ്മിഷൻ തന്നാൽ ആ അലോട്ട്മെൻറ്റ് മെമ്മോ ആയിട്ട് വന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ കാശും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും തിരികെ തരൂ എന്ന ഒരു ന്യായമാണ്, എന്ന ഒരു വിവരമാണ് ഈ പറഞ്ഞ പ്രൈവറ്റ് കോളേജുകൾ ഈ പറഞ്ഞ മാതാപിതാക്കളോടും സ്റ്റുഡൻസിനോടും പറയുന്നത്. ഇത് എത്ര ഗൗരവതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ്, എത്ര വലിയ ഒരു ഉണ്ടായസമാണ് എന്ന് നിങ്ങളിൽ പലർക്കും ചിലപ്പം തിരിച്ചറിയുന്നുണ്ടാവില്ല. ഇതിൻ്റെ സീരിയസ്നെസ് എത്ര വലുതാണെന്ന് നിയമങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ആരെങ്കിലും ഇതിൽ കൂടുതൽ അറിയണമെന്ന് മനസ്സിലാക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ UGCയുടെയോ AICTEയുടെയോ ഒക്കെ ഗൈഡ് ലൈൻ നിന്ന് വായിച്ചു നോക്കും. അവിടെ കൃത്യമായിട്ട് ഈ നിയമങ്ങളെല്ലാം, ഗൈഡ് ലൈനുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അഡ്മിഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് അഡ്മിഷൻ, ഫൈനൽ ഡേറ്റ് ഓഫ് അഡ്മിഷൻ എന്നൊരു ഡേറ്റ് ഉണ്ടാവും ഓരോ കോളേജുകളിലും, അല്ലെങ്കിൽ ഈ കീമിൻ്റെ സംവിധാനങ്ങൾ മൊത്തം ഒരു ഡേറ്റ് ഓഫ് അഡ്മിഷൻ, ഫൈനൽ ഡേറ്റ് ഓഫ് അഡ്മിഷൻ എന്നൊരു സംഗതിയുണ്ട്. തേർഡ് അലോട്ട്മെൻ്റ് ഒക്കെ നടക്കുകയാണ്, അപ്പോൾ ഫൈനൽ ഡേറ്റ് ഓഫ് അഡ്മിഷൻ ആയിട്ടില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ആ ഡേറ്റ് ഓഫ് അഡ്മിഷന് മുമ്പായിട്ട്, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയണം, ഒരു ഹൈപ്പോത്തറ്റിക്കലി ഞാനൊരു ഓഗസ്റ്റ് 30 എന്നൊരു ഡേറ്റ് ഞാൻ പറയുകയാണ്. ഓഗസ്റ്റ് 30 ഈ ഫൈനൽ ഡേറ്റ് ഓഫ് അഡ്മിഷൻ എങ്കിൽ ആ 30-ന് 15 ദിവസം മുൻപായിട്ടുള്ള ഓഗസ്റ്റ് 15 എന്നുള്ളൊരു ഡേറ്റ് എടുക്കുക. ആ 15-ന് മുമ്പേ നിങ്ങൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ AICTE UGC ഗൈഡ് ലൈൻ പ്രകാരം കൃത്യമായിട്ട് പറയുന്നു നിങ്ങൾക്ക് 100% റീഫണ്ടിന് എലിജിബിലിറ്റി ഉണ്ട്. 100% പൈസ നിങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ. മാക്സിമം പ്രോസസ്സിംഗ് ഫീ അറൗണ്ട് 1000 രൂപ, അല്ലാത്ത പക്ഷം മുഴുവൻ 100% ഫീസും നിങ്ങൾക്ക് തന്നേ പറ്റൂ. അതുപോലെ ഓഗസ്റ്റ് 30 എന്ന് പറയുന്ന ഹൈപ്പോത്തറ്റിക്കൽ ഡേറ്റിൽ നിന്ന് 15 ഡേയ്സ് പുറകിലോട്ട് ഓഗസ്റ്റ് 15, നിങ്ങൾ ഓഗസ്റ്റ് 15-നും 30-നും ഇടയ്ക്കൊരു ഡേറ്റിലാണ് തിരിച്ച് നിന്ന് ഫീസ് ചോദിക്കുന്നതെങ്കിൽ 90% റീഫണ്ട്. ഇനി ഓഗസ്റ്റ് 30-ന് ശേഷം വരുന്ന 15 ദിവസം, സെപ്റ്റംബർ 15-ന് മുൻപായിട്ടാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് തരേണ്ടത് 80% റീഫണ്ടാണ്. ഇനിയും സെപ്റ്റംബർ 15-നും 30-നും ഇടയ്ക്കാണ് നിങ്ങൾ ചെല്ലുന്നതെങ്കിൽ, അതായത് പിന്നീടുള്ള 15-നും 30-നും ഇടയ്ക്കുള്ള ഡേറ്റ്സിന് ഇടയ്ക്കാണ് നിങ്ങൾ ചെല്ലുന്നതെങ്കിൽ 50% റീഫണ്ട്. ഇനി അതിനും ശേഷമാണെങ്കിലും റീഫണ്ട് 0 ആണ്. പക്ഷേ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ കേസിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള അവിടെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന കോഷൻ ഡെപ്പോസിറ്റ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നീ തുകകൾ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തന്നേ പറ്റുള്ളൂ. ഇനി ഡോക്യുമെൻറ്റ്സിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻ ഉണ്ട്. ഒരു കോളേജും ഒരു യൂണിവേഴ്സിറ്റിയും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് എടുത്ത് അവിടെ വെച്ച് നിങ്ങൾ ഇതൊന്നും ചോദിക്കുമ്പോൾ തിരിച്ചു തരാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അത് ഈവൻ ഇഫ് നിങ്ങൾക്ക് ഒരു ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ കോളേജുകൾ അത് കളക്ട് ചെയ്ത് അവിടെ സൂക്ഷിച്ച് വെക്കുന്നതിൽ നിയമപ്രശ്നങ്ങളുണ്ട്. ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല അത്. അപ്പോൾ ഇത് നിയമങ്ങൾ വായിച്ചു നോക്കുക. കൃത്യമായിട്ട് പറയുന്നുണ്ട്. കോളേജുകൾക്ക് കളക്ട് ചെയ്ത് റിട്ടേൺ ചെയ്ത് വെക്കാൻ പറ്റുന്നത് പരമാവധി അറ്റസ്റ്റഡ് കോപ്പിയോ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയോ ആണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ എൻട്രൻസ് കമ്മീഷൻ കൃത്യമായിട്ട് അതിനകത്ത് ക്ലാരിറ്റി തന്നിട്ടില്ലെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിന് തന്നിട്ടില്ല എങ്കിൽ അത്
UGC അല്ലെങ്കിൽ AICTE ഗൈഡ് ലൈൻസ് വായിക്കുമ്പോൾ അതിനകത്ത് ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് ക്ലാരിറ്റി തന്നിട്ടില്ല എന്നുള്ളത് ഒരിക്കലും നമ്മുടെ സ്റ്റുഡൻസിനെയോ പേരൻസിനെയോ അവരെ അവരെ ചൂഷണം ചെയ്യാനോ അവരെ ബുദ്ധിമുട്ടിലാക്കാനോ ഉള്ള ഒരു ഫ്രീഡമായിട്ട് ഒരിക്കലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എടുക്കാൻ പാടില്ല. ഇത് 100% അന്യായമായ ഒരു പീഡനം തന്നെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് നേരെ നിങ്ങൾ അഴിച്ചുവിടുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരു കാരണവശാലും ഈ ഗുണ്ടായിസം മുന്നോട്ട് വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കോൾ ചെയ്യുന്നത് എല്ലാ സോഷ്യൽ ആക്ടിവിസ്റ്റുകളായിക്കോട്ടെ, മാധ്യമങ്ങളായിക്കോട്ടെ, എല്ലാവരും ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ ഊന്നി ഈ സ്റ്റുഡൻസിനെയും പേരൻസിനെയും രക്ഷിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഈ നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് മിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവരോട് ഇടപെടുന്നത്. പലരും വളരെ മോശമായ ഭാഷയിൽ ഇവരോട് ഒരിക്കലും നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് തരത്തില്ല, നിങ്ങൾക്ക് ഫീസ് തരത്തില്ല എന്നൊക്കെ ഉള്ള രീതിയിലുള്ള മറുപടികളാണ് കൊടുക്കുന്നത്. അപ്പം എല്ലാവരും മനസ്സിലാക്കുക, ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്യുക. കൂടാതെ ബഹുമാനപ്പെട്ട എൻട്രൻസ് കമ്മീഷൻ അദ്ദേഹം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, അങ്ങയുടെ കീഴിലുള്ള ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഇത്തരത്തിലുള്ള പേരൻസിനൊക്കെ ഇത്തരത്തിൽ ട്യൂഷൻ ചെയ്യുന്ന ഒരവസ്ഥ ഇല്ലായ്മ ചെയ്യാൻ ഒരു ചെറിയ ക്ലാരിറ്റി ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് കൊടുക്കാം. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെൻറ്റിൽ അവിടെ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും കാരണവശാൽ മറ്റ് പാരലൽ അഡ്മിഷൻസിൽ റിക്രൂട്ട്മെൻറ്റ്സിൽ എവിടെയെങ്കിലും മറ്റ് നല്ല മെച്ചപ്പെട്ട അഡ്മിഷൻസ് കിട്ടുന്നെങ്കിൽ അവർക്ക് പോകാനുള്ള വഴി എന്താണെന്ന് അങ്ങ് കൃത്യമായിട്ടൊന്ന് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുക. ഈ കോളേജുകളിൽ ചെന്ന് ചോദിക്കുമ്പോൾ അവർ ഫീസ് അല്ലെങ്കിൽ അവരുടെ ഡോക്യുമെൻറ്റ്സ് കൃത്യമായിട്ട് തിരികെ കൊടുക്കണം എന്നുള്ള കാര്യം കൃത്യമായി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുക. ഈ കുട്ടികളെ പേരൻസിനെയൊക്കെ ബുദ്ധിമുട്ടിലാക്കുന്ന അല്ലെങ്കിൽ അവരെ വർഷാവർഷം അല്ലെങ്കിൽ പല നടപടികളിലൂടെ നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിലാക്കുന്ന സാഹചര്യം ഒന്ന് അവസാനിപ്പിച്ചാൽ നന്നായിരുന്നു. എനിക്കറിയാം, ഇതൊക്കെ പറയുമ്പോൾ ഒരുപാട് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് വ്യക്തികൾ എനിക്ക് പൊങ്കാല ഇടാനായിട്ട് കമൻറ്റ് ബോക്സിൽ എന്നെ തല്ലിക്കൊല്ലാനായിട്ട് വരുന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. കാരണം ഇത് ഇന്നലെ നേരിടാൻ തുടങ്ങിയതല്ല. 2024 കേരള ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് നേരിട്ട അന്യായം ഞാൻ ഉറക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ അന്ന് CBSE-കാർക്ക് ഞാൻ ചതിയനായതാണ്. 2025 യാതൊരു നിയമസാധുതയോ സാമാന്യ ബോധമോ വകതിരിവോ ഇല്ലാതെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആരെയോ ബോധിപ്പിക്കാൻ നടത്തിയ ബ്ലണ്ടർ ഇടപെടലിനെ പരാമർശിച്ചപ്പോൾ ഞാൻ ഹയർ സെക്കൻഡറിക്കാർക്കും ചതിയനായതാണ്. ഇനി KRF റാങ്കിങ് എന്ന് പറഞ്ഞൊരു വലിയ ഭൂഗോളാന്തര മണ്ഡലമായിട്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇറങ്ങിയപ്പോൾ അവിടെ മികച്ച ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിനെ ഒഴിവാക്കിയത്, അതുപോലെ അതിശയകരമായിട്ട് ചില പ്രൈവറ്റ് കോളേജുകൾ മുന്നിലെത്തിയതൊക്കെ അതിൻ്റെയൊക്കെ പിന്നിലുള്ള ദുരൂഹത പങ്കുവച്ചപ്പോൾ ഞാൻ പ്രൈവറ്റ് കോളേജുകൾക്ക് നേരത്തെ ചതിയനായ ആളാണ്. പിന്നീട് ലോ റാങ്ക്ഡ് അല്ലെങ്കിൽ ലോ പെർഫോമിംഗ് ഗവൺമെൻറ് കോളേജുകളെക്കാട്ടിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ചില പ്രൈവറ്റ് കോളേജുകൾ അഫോർഡബിൾ ആണെങ്കിൽ അത് നിങ്ങൾക്ക് പോകാം എന്ന് ഞാൻ ഉറക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ ഗവൺമെൻറ് കോളേജുകൾക്കും ചതിയനായ ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇത് പുത്തരിയല്ല. ഇനി ഇതൊന്നും കൂടാതെ പാണന്മാർ വേറെയും പലതും പാടി നടക്കുന്നുണ്ട്. ഈ യാത്രയിൽ അങ്ങനെ ഒരുപാട് ശത്രുക്കളെ ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വീണ്ടും ഇപ്പോൾ പ്രൈവറ്റ് കോളേജിൽ നടക്കുന്ന ഈ ഒരു ഗുണ്ടായിസം സ്റ്റുഡൻസിനെയും പേരൻസിനെയും ഒക്കെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥ ഇല്ലായ്മ ചെയ്യാനായിട്ട് AICTE UGCയുടെ റൂള് ഞാനിവിടെ കോട്ട് ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ വീണ്ടും കൂടുതൽ ശത്രുക്കളെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്കറിയാം. അപ്പോൾ ആ ശത്രുക്കൾക്ക് വേണ്ടിയും കൂടുതൽ അവർക്കൊക്കെ ആരോഗ്യ സൗഖ്യങ്ങളും ദീർഘായുസ്സും ഒക്കെ നേർന്നുകൊണ്ട് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അവരെയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടും ഞാൻ നിർത്തുകയാണ്. നന്ദി. ജയ് ഹിന്ദ്.